ഹലോ എവരിവൺ, സെറ്റ് പരീക്ഷയുടെ മുൻകാല ചോദ്യപേപ്പറുകൾ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുന്ന ഐ+ന്റെ സെറ്റ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ക്വസ്റ്റ്യന്റെ ബാലൻസ് ഭാഗത്തിലേക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ദ പ്രസന്റ് ഡയറക്ടർ ഓഫ് NCERT അല്ലെ, NCERTയുടെ ഇപ്പോഴത്തെ നിലവിലെ ഡയറക്ടർ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പ്രൊഫസർ മമിഡല ജഗദീഷ് കുമാർ, പ്രൊഫസർ JS രാജ്പുത്, ഡോക്ടർ ദിനേശ് പ്രസാദ് സഗലാനി ആൻഡ് ഡോക്ടർ അഭയ് ജയർ. ഇത്രയും പേരുടെ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ചില കമ്മീഷനുകൾ, ചില സ്ഥാപനങ്ങൾ, പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ ഒക്കെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് അവരിപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് NCERT ഡയറക്ടർ ആരാണെന്നുള്ള, നിലവിൽ NCERT ഡയറക്ടർ ആരാണെന്നുള്ളതാണ്. അതിൻ്റെ ഓപ്ഷൻ എ പ്രൊഫസർ മമിഡല ജഗദീഷ് കുമാർ ആണ്. ഡോക്ടർ ദിനേശ് പ്രസാദ് സഗലാനിയാണ് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രസന്റ് UGC ചെയർമാനാണ് ആര്? പ്രൊഫസർ മമിഡല ജഗദീഷ് കുമാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NCERTയുടെ നിലവിലെ ഡയറക്ടർ ആരാണ്? ദിനേശ് പ്രസാദ് സഗലാനിയാണ്. ദിനേശ് പ്രസാദ് സഗലാനിയാണ് NCERTയുടെ നിലവിലെ ഡയറക്ടർ. ആൻഡ് UGC എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ, നമ്മുടെ ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു എന്താണ് ബോഡിയാണ് UGC എന്ന് പറയുന്നത്. അതിൻ്റെ ചെയർമാനായിട്ട് നിലവിലുള്ള ആരാണ്? പ്രൊഫസർ മമിഡല ജഗദീഷ് കുമാറാണ്. ഓക്കെ, പ്രൊഫസർ JS രാജ്പുത് നമ്മുടെ ഓപ്ഷനുള്ള മറ്റൊരാളാണ്. അദ്ദേഹം ഫോർമർ NCERT ചെയർമാനാണ്. ഇദ്ദേഹം ഇരിക്കുന്നതിന് മുൻപുള്ള NCERT ചെയർമാനാണ് ആര്? പ്രൊഫസർ JS രാജ്പുത് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ AICTE എന്ന് പറയും. ഓക്കെ, അപ്പോൾ AICTEയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രൊഫസർ TG സീതാറാമാണ്. നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. ഓപ്ഷൻ അത് എടുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വൈസ് ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആരാണെന്ന് വെച്ചാൽ ഡോക്ടർ അഭയ് ജയർ ആണ്. അദ്ദേഹം നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം അഭയ് ജയർ എന്ന് പറയുന്നത് AICTEയുടെ വൈസ് ചെയർമാനും, എന്നാൽ AICTEയുടെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? പ്രൊഫസർ TG സീതാറാമുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലാസിക്കൽ ഡാൻസ് ഫ്രം വിച്ച് originated from Gujarat, the classical dance form which originated from ഗുജറാത്തിൽ നിന്നും എന്താണ് രൂപാന്തരം പ്രാപിച്ച അല്ലെങ്കിൽ രൂപപ്പെട്ട ക്ലാസിക്കൽ ഡാൻസ് ഫോം ഏതാണെന്നാണ് ചോദ്യം. ജിദ്ദ, ഘൂമർ, ഗർഭ, ലാവണി. ഇതാണ് ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഏത് ഡാൻസ് ഫോം ആണ് ഗുജറാത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ചോദ്യം. അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? ഗർഭയാണ്, ഗർഭ. അപ്പൊ ഗർഭ എന്ന ഡാൻസ് ഫോം ഏത് സ്റ്റേറ്റിലെയാണ്? അതുപോലെ ഓരോ സ്റ്റേറ്റിനും ഡാൻസ് ഫോം ഉണ്ടോ? ഓരോ സ്റ്റേറ്റിനും ഡാൻസ് ഫോം ഉണ്ട്, അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും അവരുടെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോമുകൾ, അതുപോലെ എന്താണ് ചിലയിടത്ത് ആദിവാസി നൃത്തരൂപങ്ങളായിരിക്കും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഏകദേശം ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് 14 ഡിസ്ട്രിക്റ്റും ഇന്ത്യയെ സംബന്ധിച്ച് ഉള്ള സ്റ്റേറ്റുകൾ 29 സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസും എല്ലാം കൂടെ സ്റ്റഡി ചെയ്താൽ തന്നെ നമുക്ക് GKയുടെ ഒരു ഓൾമോസ്റ്റ് ഒരു 50% നമുക്ക് 50 അല്ല അതിൽ എബോവ് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ തന്നെ ഓരോ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട നോളജ് ഉണ്ട്. ഗുജറാത്ത് എന്ന സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതുമായി ബന്ധപ്പെട്ട ഈ ഒരു ഡാൻസ് ഫോം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഗർഭ എന്ന് പറയുന്നതാണ് ഗുജറാത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തുള്ള ഡാൻസ്. ബാക്കി ഓപ്ഷൻ നോക്കാം. ഗിദ്ദ എന്ന് പറയുന്നത് എ ഫോൾക്ക് ഡാൻസ് ഫ്രം പഞ്ചാബ്, ഒരു നാടോടി നൃത്തമാണ്. ഓക്കെ, ഘൂമർ ഈസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഫ്രം രാജസ്ഥാൻ. രാജസ്ഥാനിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫോക്ക് ഡാൻസ് ആണ് ഇത് ഘൂമർ എന്ന് പറയുന്നത്. അപ്പോൾ ഗിദ്ദ പഞ്ചാബിലെയാണ്, ഘൂമർ രാജസ്ഥാനിലെ. ലാവണി ഈസ് എ ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഫ്രം ഫോം ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു ട്രഡീഷണൽ ആയ ഫോക്ക് ഡാൻസ് ഫോം ആണ് ഇത് ലാവണി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇമാജിനറി ലൈൻ ദാറ്റ് സെപ്പറേറ്റ്സ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഫ്രം സ്പേസ്, അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തെ ബഹിരാകാശവുമായി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ, അതായത് ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശവും തമ്മിലുള്ള ഒരു ബൗണ്ടറി ലൈനായിട്ട്, ഒരു ഇമാജിനറി ലൈനായിട്ട് വരച്ചിരിക്കുന്ന ലൈൻ എന്ന ഇമാജിനറി ലൈൻ എന്ന് പറയാൻ അങ്ങനെ ലൈൻ അവിടെ ഇല്ല. നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇങ്ങനൊരു അതിർത്തി ഉണ്ട്, ആ അതിർത്തിക്ക് ഇന്ന പേരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, അത് ഏതാണെന്നാണ് ചോദിക്കുക. ഓപ്ഷൻ കാർമൻ ലൈൻ ഉണ്ട്, ബ്രാൻഡഡ് ലൈൻ ഉണ്ട്, അത്തില ലൈൻ ഉണ്ട്, അതുപോലെ 28th പാരലൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്
കാർമൻ ലൈൻ ആണ്. കാർമൻ ലൈൻ, ഓപ്ഷൻ എ കാർമൻ ലൈൻ ആണ്. ഓക്കെ, ബ്രാൻഡഡ് ലൈൻ എന്താണെന്ന് വെച്ചാൽ ലൈൻ ദാറ്റ് ഡിവൈഡ്സ് ദ വേൾഡ് ഇൻടു ഗ്ലോബൽ നോർത്ത് ആൻഡ് ഗ്ലോബൽ സൗത്ത് വിത്ത് ദ റിച്ച് കൺട്രീസ് ഇൻ ദ നോർത്ത് ആൻഡ് ദ പുവർ കൺട്രീസ് ഇൻ ദ സൗത്ത്. അപ്പൊ അങ്ങനെ ഒരു വ്യവസ്ഥയാണത്. ബ്രാൻഡഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഭൂമിയെ ഒരു നോർത്ത് സൗത്ത് ആയിട്ട് തിരിക്കുന്നു. ഈ നോർത്ത് സൗത്തായിട്ട് തിരിക്കുമ്പോൾ ഈ ലൈൻ ആക്ച്വലി റിച്ച് കൺട്രീസിനെയൊക്കെ നോർത്തിലും പുവർ കൺട്രീസിനെയൊക്കെ സൗത്തിലും കൺസ്ട്രക്ട് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ ലൈനിന് ഒരു ചെറിയ വളവും തിരിവൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ റിച്ച് കൺട്രീസൊക്കെ നോർത്തിലും അതുപോലെ പുവർ കൺട്രീസൊക്കെ സൗത്തിലും ആവുന്ന രീതിയിൽ എന്താണ് ഒരു ഗ്ലോബൽ നോർത്ത് ഒരു ഗ്ലോബൽ സൗത്ത് എന്ന് ഭൂമിയെ തിരിക്കുന്ന ലൈനാണ് ഇത് ബ്രാൻഡഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 28th പാരലൈൻ എന്ന് പറയുന്ന ലാറ്റിറ്റ്യൂഡ് ദാറ്റ് റൺസ് അറൗണ്ട് ദ എർത്ത് അറ്റ് എയ്തർ 28 ഡിഗ്രി നോർത്ത് ഓർ 28 ഡിഗ്രി സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയിൽ നിന്ന് 28 ഡിഗ്രി നോർത്തിലോ 28 ഡിഗ്രി സൗത്തിലോ വരച്ചിരിക്കുന്ന ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അക്ഷാംശ രേഖ. ഓക്കെ, അതാണ് 28th പാരലൈൻ എന്ന് പറയും. ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ പത്മശ്രീ അവാർഡ് വിന്നർ പോയറ്റ് പോപ്പുലർലി നോൺ ആസ് ലോക് കബീരത്ന. അതായത് ലോക് കബീരത്ന എന്ന് പോപ്പുലർലി അറിയപ്പെടുന്ന പോയറ്റ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിരിക്കുന്നത് സീതാകാന്ത് മഹോപത്ര, ഹൽദാർ നാഗ്, മഹാശ്വേതാദേവി, ഗംഗാധർ മെഹർ. ഇതിൽ ആരാണ് ലോക് കബീരത്ന എന്നറിയപ്പെടുന്നത്? പ്രാദേശികമായി അറിയപ്പെടുന്ന ആണ് ലോക് കബീരത്ന, അതിന് മീനിങ് ഉണ്ട്. അങ്ങനെ അറിയപ്പെടുന്ന പത്മശ്രീ ജേതാവായ ഈ പോയറ്റ് ആരാണെന്നാണ് ചോദ്യം. ഉത്തരമായി വരുന്നത് ഹൽദാർ നാഗാണ്. ഓക്കെ, ഹൽദാർ നാഗ് എന്ന് പറയുന്നത് ഒഡീഷയിലെ സംബാൽപൂരിൽ നിന്നുള്ള ഒരു കവിയാണ്, ഒരു പോയറ്റാണ്. ഓക്കെ, ലോക് കബീരത്ന എന്ന് പറയുന്നാൽ അതിൻ്റെ അർത്ഥം ഫോക്ക് പോയറ്റ് ജം എന്ന് പറയുന്നത് നാടോടി പാട്ടുകളുടെ എന്താണ് ജം, മുത്ത്, അല്ലെങ്കിൽ എന്താണ് ഡയമണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് നമ്മൾ പറയത്തില്ലേ രത്നം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ഒരു വേർഡ് മീനിങ് അങ്ങനെയാണ്. ലോക് കബീരത്ന എന്ന് പറഞ്ഞാൽ നാടോടി പാട്ടുകളുടെ മുത്ത് അല്ലെങ്കിൽ നാടോടി പാട്ടുകളുടെ രത്നം എന്നുള്ളതാണ്. ഓക്കെ, ഹൽദാർ നാഗ് റിസീവ്ഡ് പത്മശ്രീ ഇൻ ദ ഇയർ 26. 2016 പത്മശ്രീ ലഭിച്ച വ്യക്തിയാണ് ആര്? ഹൽദാർ നാഗ് എന്ന് പറഞ്ഞു. നോക്കൂ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ച്വലി 2024 ജൂലൈയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ. അതിൽ ചോദിച്ചിരിക്കുന്നത് 2016 പത്മശ്രീ ലഭിച്ച ഹൽദാർ നാഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യമാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് കറണ്ടായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്ന ആൾക്കാരെ എല്ലാം നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഹൽദാർ നാഗ് പത്മശ്രീ ലഭിച്ച് 2016. സീതാകാന്ത് മഹാപാത്ര അടുത്ത നമ്മുടെ ഓപ്ഷനാണ്. പോയറ്റ് ഫ്രം ഒഡീഷ, ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 1993, പത്മഭൂഷൺ ലഭിച്ചത് 2002, പത്മവിഭൂഷൺ ലഭിച്ചത് 2011. ഓക്കെ, അപ്പോൾ ഈ സീതാകാന്ത് മഹാപാത്ര എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ നിന്നാണ്? ഒഡീഷയിൽ നിന്നുള്ള പോയറ്റാണ്. അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള പോയറ്റാണ്. അദ്ദേഹത്തിന് ലഭിച്ചുള്ള പ്രധാനപ്പെട്ട അവാർഡുകളും വർഷവും ജ്ഞാനപീഠ അവാർഡ് 1993, അതുപോലെ പത്മഭൂഷൺ 2002, പത്മവിഭൂഷൺ 2011. അതുപോലെ ഇത് കാഷ്വലായിട്ട് ഓർത്തിരുന്നാൽ മതി. ഈ അവാർഡുകളും ജസ്റ്റ് ഡേറ്റുകൾ അറിഞ്ഞിരിക്കുക. എല്ലാം നമുക്ക് മനപ്പാടായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനും പരിമിതി ഉണ്ട് നമുക്ക്. ഓക്കെ, മഹാശ്വേതാദേവി റൈറ്റർ ഫ്രം ബംഗാൾ എന്നുള്ളത് ആക്ച്വലി ഇവര് ജനിച്ചതൊക്കെ ബംഗ്ലാദേശിലാണ്. അന്ന് ബംഗ്ലാദേശൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പിന്നീട് അവർ മൈഗ്രേറ്റ് ചെയ്ത് ഇപ്പം നിലവിലുള്ള വെസ്റ്റ് ബംഗാളിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അല്ലെ, അവരുടെ റിസൈഡിങ് പ്ലേസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. അപ്പോൾ റൈറ്റർ ഫ്രം ബംഗാൾ അവർ പത്മശ്രീ ലഭിച്ചത് 1986, ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് 1996, പത്മവിഭൂഷൺ ലഭിച്ചത് 2006. മഹാശ്വേതാദേവി വളരെ പ്രസിദ്ധയായ ബംഗാളി എഴുത്തുകാരി, സാഹിത്യകാരിയാണ് കേട്ടോ. അടുത്താണ് ഗംഗാധർ മെഹർ, അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള പോയറ്റാണ്, പോയറ്റ് ഫ്രം ഒഡീഷ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു മാദിക ലാംഗ്വേജ്. മാദിക എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. ആ ഭാഷയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? മാദിക ഇസ് എ ലാംഗ്വേജ് വിത്ത് നോ സ്ക്രിപ്റ്റ് ആൻഡ് ഇസ് എ ബ്ലെൻഡ് ഓഫ് തെലുങ്ക്, തുളു, കന്നഡ ആൻഡ് മലയാളം. തെലുങ്ക്, തുളു, കന്നഡ, മലയാളം എന്നീ ഭാഷകളുടെ മിശ്രിതമായ ഒരു ഭാഷയാണ് മാദിക. അതിന് സ്ക്രിപ്റ്റ്, അതായത് എഴുത്തില്ല, വായ്മൊഴിയായി പറയുന്ന ഒരു ഭാഷയാണ് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. ഇൻ ദ റിമോട്ട് കോളനി ഓഫ് കൂക്കാനം നിയർ കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് കേരള ദ ചക്കാലിയ കമ്മ്യൂണിറ്റി ഈസ് ഗ്രേപ്ലിംഗ് വിത്ത് ദ ഇമിനന്റ് ലോസ് ഓഫ് ഇസ് യുണീക് ലാംഗ്വേജ് മാദിക. അപ്പോൾ ചക്കാലിയ കമ്മ്യൂണിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടതെന്നും അത് കേരളത്തിലെ കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്തിനടുത്തുള്ള കൂക്കാനം എന്ന റിമോട്ട് കോളനി, ഒരു റിമോട്ടായിട്ടുള്ള ഒരു റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇത് സംസാരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതെന്നാണ് പറയുന്നത്.
Chakali community was originally nomadic scheduled caste and worshippers of Thiruvenkataraman and Mariamma. Okay, Chakali community എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾഡ് ഒറിജിനലി ഒരു നൊമാഡിക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ആ കമ്മ്യൂണിറ്റി ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് വർഷിപ്പേഴ്സ് ഓഫ് തിരുവെങ്കടരാമൻ ആൻഡ് മറിയാമ്മ, അതായത് തിരുവെങ്കടരാമൻ മറിയാമ്മ എന്നീ രണ്ടുപേരെ ആരാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്നാണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ദേ മൈഗ്രേറ്റഡ് ഫ്രം ഹില്ലി റീജിയൻസ് ഓഫ് കർണാടക ടു നോർത്തേൺ മലബാർ സെഞ്ചുറീസ് അഗോ, അതായത് കർണാടകയിലെ കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും നോർത്തേൺ മലബാറിൽ വർഷങ്ങൾക്ക് മുൻപ് എത്തിപ്പെട്ടതാണ് ഈ കമ്മ്യൂണിറ്റി എന്നും ഓപ്ഷൻ 3 പറയുന്നു. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു. ഇതിന്റെ ഓപ്ഷൻസ് പറയുന്നത് 1, 2, 3, 1, 2, 1, 3, 2 and 3 ഉള്ളൂ. ഇങ്ങനെയാണ് ഓപ്ഷൻസ് പറയുന്നത്. ഇതിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ് 1, 2 and 3 എന്നുള്ളതാണ്. ആ ഓപ്ഷൻ എ ആണ്. 1, 2 and 3 എന്ന് പറഞ്ഞാൽ ഇത് 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഡെഫിനിഷൻ ഒന്നുമില്ല, നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ അനലൈസ് ചെയ്ത് വീണ്ടും പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടെ പറഞ്ഞ് എന്താണ് മാദിഗ ലാംഗ്വേജ് എന്നുള്ള കാര്യം ഒന്ന് വ്യക്തത വരുത്തിയിട്ട് നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല, ഇത് തന്നെയാണ് എക്സ്പ്ലനേഷൻ. ഓക്കെ, നോക്കിയോളൂ. മാദിഗ ഇസ് എ ലാംഗ്വേജ് വിത്ത് നോ സ്ക്രിപ്റ്റ് ആൻഡ് ഇസ് എ ബ്ലെൻഡ് ഓഫ് തെലുഗു, തുളു, കന്നഡ ആൻഡ് മലയാളം. മാദിഗ എന്ന് പറയുന്നത് തെലുഗു, തുളു, കന്നഡ, മലയാളം എന്നീ 4 ഭാഷകളുടെ ബ്ലെൻഡ് ആണ്, ഒരു സമ്മിശ്രമായ ഭാഷയാണ്. ഇതിന് എഴുത്തില്ല, വാമൊഴിയാൽ പറയുന്ന ഒരു ഭാഷയാണ് ഇത് മാദിഗ എന്ന് പറയുന്നത്. Okay, in the remote colony of Kukanam near Karivallur Gram Panchayat, Kerala, the Chakalia community is grappling with the imminent loss of its unique language, Madiga. അതായത് ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജിന്, ഈ ഒരു ഭാഷ കൈമോശം വന്നു പോകുന്നതിൻ്റെ ലക്ഷണങ്ങളിലാണ് ചക്കാലിയ കമ്മ്യൂണിറ്റി ഉള്ളവർ അതിനുവേണ്ടി സ്ട്രെയിൻ ചെയ്യണത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ് നിലനിർത്താൻ വേണ്ടി എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിറ്റി കാണപ്പെടുന്നത് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള കൂക്കാനം എന്ന് പറയുന്ന ഒരു റിമോട്ട് കോളനിയിലാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ മാതൃക എന്ന് പറയുന്ന ഒരു കൃത്യമായ ഒരു എഴുത്ത് വിദ്യയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പോപ്പുലറായ മറ്റു ഭാഷകൾ, അതായത് ഇപ്പം മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഭാഷകളിലേക്ക് ആൾക്കാർ സംസാരിച്ചു തുടങ്ങിയതോടുകൂടി ഈ ഒരു ഭാഷയുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ട് ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ പോലും ഈ ഭാഷ സംസാരിക്കാൻ അറിയാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഓക്കെ, ചാക്കാലിയ കമ്മ്യൂണിറ്റി വാസ് ഒറിജിനൽ നൊമാഡിക് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് വർഷിപ്പേഴ്സ് ഓഫ് തിരുവെങ്കടരാമൻ ആൻഡ് മറിയാമ്മ. ആക്ച്വലി ചക്കാലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടാണ് ആദ്യമേ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിലവിൽ അത് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ വർഷിപ്പ് ചെയ്യുന്നത്, അതായത് ആരാധിക്കുന്നത് തിരുവെങ്കടരാമൻ ആൻഡ് മറിയാമ്മ എന്ന് 2 പേരാണ്. ഇത് ആക്ച്വലി ദൈവം എന്നുള്ള കൺസെപ്റ്റ് അല്ല, ഇവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള മുൻഗാമിയായിട്ടുള്ള 2 പേരാണ്. പണ്ട് കാലങ്ങളിൽ ഇവർക്ക് ഈ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിൽ ആഹാരം കഴിക്കാതെ ഒരു വിവാഹ ചടങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ സാഹചര്യങ്ങളിലോ ഒന്നും മറ്റുള്ളവരുടെ കൂട്ടിരുന്ന് ആഹാരം കഴിക്കാനൊന്നും ഉള്ള ഒരു സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല ഈ ചക്കാലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ തന്നെ ആൻസസ്റ്റേഴ്സിനെ ആയിരുന്നു അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആരാധിച്ചുകൊണ്ട് തിരുവെങ്കടരാമൻ ആൻഡ് മറിയാമ്മ എന്ന് പറയുന്ന അവരുടെ വർഷിപ്പേഴ്സാണ് അവർ 2 പേരും. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം, ഇത് കർണാടകയിലെ ഹില്ലി ഏരിയയിൽ നിന്നും കേരളത്തിൻ്റെ നോർത്തേൺ മലബാർ റീജിയനിലേക്ക് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപ് കുടിയേറി പാർത്ത ആൾക്കാരാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ടായുള്ള 2 കാര്യം എന്താണെന്ന് വെച്ചാൽ ദ നോൺ ടു സ്പീക്കേഴ്സ് ഓഫ് മദിഗ ലാംഗ്വേജ്. ഇപ്പം നിലവിൽ മദിഗ ലാംഗ്വേജ് സംസാരിക്കുന്ന അറിയപ്പെടുന്ന 2 പേരെന്ന് പറയുന്നത് 2 പേരാണ്, KP നാരായണ ആൻഡ് രജപുത്രി. ഈ 2 പേരാണ് ഇപ്പോൾ നിലവിൽ എന്ത് സംസാരിക്കുന്നത്, മദിഗ ലാംഗ്വേജ് സംസാരിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ യുവാക്കളായിട്ട്, ചാക്കാലിയ കമ്മ്യൂണിറ്റിയിൽ യുവാക്കളായിട്ടുള്ള ആൾക്കാർ ഇപ്പം നിലവിൽ ഈ ഭാഷ സംരക്ഷിക്കാനായിട്ട് ഈ ഭാഷ ഇവരിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് മറ്റു അടുത്ത തലമുറയിലേക്കൊക്കെ ഒരു പോപ്പുലാരിറ്റി കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവരുടെ യൂത്ത് എന്ന് പറയുന്നത്. അല്ലാതെ നിലവിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന മാദിഗ ലാംഗ്വേജ് സംസാരിക്കുന്ന 2 പേരെന്ന് പറയുന്നത് KP നാരായണനും അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ് തന്നെയാണ് രജപുത്രി എന്ന് പറയുന്നത്, അവർ 2 പേരാണ്. ഓക്കെ, അപ്പോൾ മലയാളം, തെലുങ്ക്, തുളു, കന്നഡ ഈ ഭാഷകളുടെ ബ്ലെൻഡാണ് ഇതെന്ന് പറയുന്നത് മദിഗ ലാംഗ്വേജ്. പ്രത്യേകത, ഇതിന് എഴുത്ത് വിദ്യയില്ല, വാമൊഴിയാൽ മാത്രമായി സംസാരിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സെഷനിൽ ചർച്ച ചെയ്യാനുള്ളത്. ഇതിൻ്റെ ബാലൻസ് പോർഷനായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.